പ്രീതികർ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എട്ടാമത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ പാശ്ചാത്യ അധിനിവേശം, യൂറോപ്യന്മാരുടെ ആഗമനമാണ് നമ്മൾ പഠിച്ചത്. ബ്രിട്ടീഷുകാര് ആധിപത്യം സ്ഥാപിച്ചതും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളൊക്കെ പഠിച്ചു. പ്രത്യേകിച്ച് 1857 വിപ്ലവം പിന്നീടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സ്വാധീനം നൽകി അല്ലെങ്കിൽ പ്രേരണ നൽകി എന്ന് നമുക്കറിയാം. ആ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നിരവധി നാട്ടുരാജ്യങ്ങളുമായി ഭിന്നിക്കപ്പെട്ടിരുന്നതാണ് ഇന്ത്യ. ഏകദേശം 565 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടായിരുന്നത്. 565 നാട്ടുരാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിവിധ ഭാഷകളായിരുന്നു, വിവിധ സംസ്കാരമായിരുന്നു, വിവിധ കാഴ്ചപ്പാടുകളായിരുന്നു, വ്യത്യസ്തമായ നിയമങ്ങളായിരുന്നു, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തൊഴിലും വ്യത്യസ്ത കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നാട്ടുരാജ്യം മറ്റൊരു നാട്ടുരാജ്യത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു. എന്നാൽ 1857 കാലഘട്ടത്തെ വിപ്ലവങ്ങൾക്ക് ശേഷം ആശയപ്രചരണം എന്നൊരു കാഴ്ചപ്പാടിന് കൂടുതൽ വ്യാപ്തിയുണ്ടായി. അതിന് ഏറ്റവും സഹായം നൽകിയത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ദേശീയ പത്രങ്ങളായിരുന്നു. അതിലൂടെ ജാതിയുടെയും മതത്തിന്റെയും വേഷത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിലേക്കാൾ ഉപരിയായി ജനങ്ങൾക്കിടയിൽ ആശയപരമായി ഒരു ഏകത രൂപീകരിക്കപ്പെട്ടു. ഇതാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുക. നമുക്ക് നോക്കാം എന്താണ് SCRT പുസ്തകത്തിൽ പറയുന്നതെന്ന്. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും നാട്ടുരാജ്യങ്ങൾ തമ്മിൽ വേർതിരിവ് നിലനിന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയില്, അതായത് 1857 ശേഷമുള്ള കാലഘട്ടം, ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപം കൊണ്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഈ ഒരു ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് വിശേഷിപ്പിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ വേർതിരിവുകൾക്ക് അതീതമായി ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിന് ഇടയായ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കുറെ സാഹചര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ചും അവ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രധാനമായിട്ടും 1798 രൂപീകരിക്കപ്പെട്ട 1798 റിച്ചാർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയും കൂടാതെ 1848 ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമവും. ഈ നിയമങ്ങൾ കാരണമാണല്ലോ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചതിനെ കുറിച്ചും അവ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും, ആ സെന്റൻസ് പോണല്ല, ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. ബ്രിട്ടനിലെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് തുണി വ്യവസായം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പരുത്തി ഉൽപ്പന്നങ്ങളായിട്ട് ബ്രിട്ടീഷുകാര് കൃത്യമായിട്ട് അസംസ്കൃത വസ്തുക്കളായിട്ട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത് പരുത്തിയും അമരിയുമായിരുന്നു. അമരിയിൽ നിന്ന് നീലം കിട്ടും, തുണി വ്യവസായത്തിന് നിറം നൽകേണ്ടത്, പിന്നെ പരുത്തി തുണി നിർമ്മിക്കാനായിട്ട് പരുത്തി. അപ്പോ വാണിജ്യ വിളകളായ പരുത്തി, അമരി എന്നിവ കൃഷി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും കൂടാതെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. അതായത് ബ്രിട്ടീഷ് യന്ത്രശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുക. ഇന്ത്യയിൽ പരമ്പരാഗതമായി കൈത്തൊഴിലുകൾ ചെയ്തിരുന്നവര് പരുത്തി തുണി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നത് കൊണ്ട്
പരമ്പരാഗത പരുത്തി തുണിക്ക് വില കൂടുതലാണ്. ബ്രിട്ടീഷ് നിർമ്മിത യന്ത്രവൽകൃത തുണിത്തരങ്ങൾക്ക് വില കുറവുമാണ്. പരമാവധി ലാഭം കൊയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം വെച്ചത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പരമ്പരാഗത പരുത്തി വ്യവസായം നശിച്ചു പോയപ്പോഴാ പരുത്തി തുണി വ്യവസായം നശിച്ചു പോയപ്പോഴാ അതിനനുസൃതമായി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചു. അതായിരുന്നു സാമ്പത്തിക ചൂഷണം. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും വരെ കാരണമായി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? അതിന്റെ ഭാഗമായിട്ട് കർഷകര്, കൈത്തൊഴിലുകാർ, അതായത് കൈവേലക്കാർ, ചെറുകിട കച്ചവർ, പ്രത്യേകിച്ച് കുടിൽ വ്യവസായം ചെയ്തിരുന്നവര്, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഈ പോരാട്ടത്തെക്കുറിച്ചും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായി പഠനം നടത്തിയത് ദാദാഭായ് നൗറോജി ആയിരുന്നു. കൂടാതെ RC ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ, MG റാനഡെ തുടങ്ങിയവരാണ് ആദ്യകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടി പഠനം നടത്തുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളാണ് ഈ മൂന്ന് പേരും, ദാദാഭായ് നൗറോജിയും RC ദത്തും മഹാദേവ് ഗോവിന്ദ് റാനഡെയും. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നൗറോജിയാണ്. സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തുവാനും അത് ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അദ്ദേഹം ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒത്തിരി പ്രായമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിലൂടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ വന്യവയോധികൻ എന്ന് വിളിക്കുക. ദ ഗ്രാൻഡ് ഓൾഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നൗറോജി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമായിരുന്നു പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പുസ്തകത്തില് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇതിലൂടെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തുകയാണ് എന്നൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഈ പുസ്തകം ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇത് കൂടാതെ ഇന്ത്യയുടെ വന്യവയോധികൻ എന്ന് വിളിക്കുന്നത് കൂടാതെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ എക്കണോമിയുടെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജി തന്നെയാണ്. എന്തുകൊണ്ടാ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ദാദാഭായ് നൗറോജി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സിന്റെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ആര് തന്നെ? ദാദാഭായ് നൗറോജി. അപ്പോൾ 3 വിശേഷണങ്ങൾ: ഇന്ത്യയുടെ വന്യവയോധികൻ, പിന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഗ്രാൻഡ് ഓൾഡർ ഓഫ് ഇന്ത്യ. മറക്കില്ലാലോ. പാശ്ചാത്യ വിദ്യാഭ്യാസം. അപ്പൊ രണ്ടാമത്തെ കാരണമാണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഒന്ന്, നമ്മൾ പറഞ്ഞു സാമ്പത്തിക നയം. ദേശീയ ശക്തമാനുള്ള ഒന്ന് കാരണം സാമ്പത്തിക നയങ്ങളാണ്. 2, പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കപ്പെട്ടത്. അതായത് 1825 കൂടി ബ്രിട്ടീഷുകാരെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. നയം സ്വീകരിക്കുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്ന നയം സ്വീകരിക്കുന്നത് 1835 മെക്കാളെ മിനിറ്റ്സ് പ്രകാരമാണ് ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുക. അപ്പൊ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് 1835 മെക്കാളെ മിനിറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. അതുകൊണ്ട് വില്യം ബെന്റിക് പ്രഭുവിനെ ആധുനിക പാശ്ചാത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ, ആധുനിക അഥവാ പാശ്ചാത്യ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവായി കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 1835 അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുവാനും തങ്ങളാണ്
ഉന്നതർ, തങ്ങളാണ് അറിവുള്ളവർ, തങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മേഖലയിൽ ഉന്നതർ എന്ന് കാണിക്കുന്നതിനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുവാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുക. ഇന്ത്യ അടക്കമാണ് ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ ഏകദേശ വിസ്തൃതി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 1,30,000 ചതുരശ്ര കിലോമീറ്റർ. ഏകദേശം 1,30,000 ചതുരശ്ര കിലോമീറ്റർ. എന്നാല് നിലവിലെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ വിസ്തൃതി എത്രയെന്ന് അറിയാമോ? ഏകദേശം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ വലിപ്പം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ വലിപ്പം എത്രയാ? 1,30,000 ചതുരശ്ര കിലോമീറ്റർ. ഒന്ന് ചിന്തിച്ചേ, അത്രയും ചെറിയ രാജ്യമാണ് ബ്രിട്ടൻ. അപ്പൊ അവിടുത്തെ ജനസംഖ്യ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രത്തോളം കുറവായിരിക്കും. ആ രാജ്യമാണ് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒട്ടനവധി കോളനികൾ സൃഷ്ടിച്ചത്. ഒട്ടനവധി കോളനികൾ. ആ ഒട്ടനവധി കോളനികളിൽ ഒരു കോളനിയാണ് ഇന്ത്യ. ഇന്ത്യ അത്യാവശ്യം വലിപ്പത്തില് ലോകത്ത് 7ാം സ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിൽ പോലും ഒന്ന് ചിന്തിച്ചേ, ബ്രിട്ടൻ എന്ന ചെറിയ രാജ്യത്തെ ചെറിയ ജനസംഖ്യ കൊണ്ട് ഇത്രയധികം കോളനികളെ എങ്ങനെയാണ് അവർക്ക് ഭരിക്കാൻ കഴിയുക? ഭരിക്കാൻ കഴിയില്ല. അവരുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോ അവര് നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിൽ അവരെ സഹായിക്കുവാൻ ഒരു വിഭാഗം ജനങ്ങൾ വേണം. അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ വിദ്യാഭ്യാസവും നേടിയ ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് ആവശ്യമായി വന്നു. അതായിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടക്കം കുറിക്കാനുള്ള കാരണം. അത് തന്നെയാണ് നമ്മളിവിടെ പറയുക. മനസ്സിലായോ? അപ്പൊ ചെറിയൊരു രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇത്രയധികം കോളനികളിൽ ഭരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് അവർക്ക് ഒട്ടനവധി ജനങ്ങളുടെ സഹായം വേണം. അപ്പോൾ ഭരണ നടത്തിപ്പ് അവർ തന്നെ നേതൃത്വം വഹിച്ചു. കീഴില് കുറേയധികം വിദ്യാസമ്പന്നരായ, അവരുടെ സംസ്കാരവും അവരുടെ വിദ്യാഭ്യാസവും നേടിയ ജനങ്ങളുണ്ടാവും. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. അതാണ് അവരുടെ കണക്കുകൂട്ടൽ. ഓക്കെ. അപ്പോ ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര്, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് എന്ത് ചെയ്തു? സ്വയം ചിന്തിക്കാൻ ആരംഭിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറി. അങ്ങനെ അവബോധമുണ്ടായപ്പോൾ ചിന്തിച്ചു, തങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലല്ലേ. പുതിയ ആശയങ്ങൾ പിടിച്ചപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടനവധി പ്രാദേശിക ഭാഷകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിന് ഒരു പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. അതും ദേശീയതയ്ക്ക് കാരണമായി തീർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പൊ ദേശീയതയ്ക്ക് കാരണമായ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സാമ്പത്തിക നയങ്ങൾ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ. 2, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പാശ്ചാത്യ വിദ്യാഭ്യാസം. 3, സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിലെ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിവാദി വിഷയങ്ങളായിട്ട് മാറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പ്രമുഖനായ ദീനബന്ധുമിത്രയുടെ കൃതി. ബംഗാളിലെ നീലം കർഷക കലാപത്തെ കുറിച്ച് പരാമർശമുള്ള ദീനബന്ധുമിത്രയുടെ രചന നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് രചന? നീൽ ദർപ്പൺ അല്ലെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ദീനബന്ധുമിത്ര 1860 പ്രസിദ്ധീകരിച്ച പ്രമുഖ നാടകം അഥവാ നോവലാണ് എന്ത് പേരിലറിയപ്പെടുക? യെസ്, നീൽ ദർപ്പൺ എന്ന പേരിൽ അറിയപ്പെടുക.
ഇതുകൂടാതെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി, അങ്ങനെ ഒട്ടനവധി സാഹിത്യകാരന്മാര് ദേശീയത വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃതികൾ എഴുതി. അത് നിങ്ങൾ പഠിക്കും, തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. എങ്കിലും ഇപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു പ്രശസ്തമായ നോവല് ആനന്ദമഠം. അതിൽ ആ സന്യാസി കലാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യ ഏകമാണെന്നും ഭൂമിശാസ്ത്രപരമായി വ്യത്യാസപ്പെട്ടാണെങ്കിലും ഇന്ത്യ ഏകമാണെന്ന ആശയം പ്രചരിപ്പിക്കുന്ന ജനഗണമന എന്ന നിലവിലെ നമ്മുടെ ദേശീയ ഗാനം. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളും ഏറെ ജനങ്ങളെ എന്ത് ചെയ്തിരുന്നു? ദേശീയതയിൽ ഒന്നാകാൻ പ്രേരിപ്പിച്ചിരുന്നു. സ്വതന്ത്ര ഭാരതം എന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതി തമിഴ്നാട്ടിൽ അലയടിച്ചു. ഓടി വിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് തുടങ്ങിയവയൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ പ്രവർത്തിച്ചിരുന്ന കാര്യം ഓർമ്മിക്കാം. ഓക്കെ, ഇനി പത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സാഹിത്യകാരന്മാരും അവർ പ്രവർത്തിച്ചിരുന്ന ഭാഷയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ഭാഷയിലാണ് രചനകൾ നടത്തിയിരുന്നത്. നമുക്ക് പ്രധാനമായി അറിയാവുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. അതിലാണ് വന്ദേ മാതരം എന്ന ഗാനം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജനഗണമനയും അമർസോന ബംഗ്ലയും ഒക്കെ. ലക്ഷ്മിനാഥ് ബസ് ബറുവ അസമീസ് ഭാഷയിൽ രചനകൾ നടത്തിയിരുന്നു. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിൽ രചന നടത്തിയിരുന്നു. ഓക്കെ, വീണ്ടും സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും ഹിന്ദി ഭാഷയിലാണ്. അൽതാഫ് ഹുസൈൻ ഖാലി ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലും. അപ്പോൾ ഓർമ്മിക്കുക, ഇതൊക്കെ ദേശീയതയ്ക്ക് പ്രചാരം നൽകാൻ കാരണമായി തീർന്നു. ഓർമ്മിച്ചേക്കാം, പ്രധാന ദേശീയ സാഹിത്യകാരന്മാരും അവര് രചിച്ചിരുന്ന ഭാഷകളും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ഭാഷയില്, ലക്ഷ്മിനാഥ് ബസ് ബറുവ അസമീസ് ഭാഷയില്, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയില്, സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയില്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് എന്നിവരെ ഹിന്ദി ഭാഷയില്, അൽതാഫ് ഹുസൈൻ ഖാലി ഉറുദു ഭാഷയില്, വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ. ഇതുകൂടാതെ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൽ ഒക്കെ കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളായിരുന്നു ബംഗാളി ഭാഷയിലെ സമ്പദ് കൗമുദി 1821-ലും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബർ 1822-ലും. അപ്പൊ ഓർമ്മിക്കുക, സമദ് കൗമുദി ഏത് വർഷം? 1821-ല്. മിറാത്തുൽ അക്ബർ 1822-ല്. ബംഗാൾ ഭാഷയിലെ സമദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചതാണ്. അതുകൊണ്ട് രാജാറാം മോഹൻ റോയെ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ് എന്ന് വിളിക്കാറുണ്ട് ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുവാനും അവയ്ക്കെതിരെ പ്രതികരിക്കുവാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവങ്ങൾ വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങളെ കൊണ്ട് സാധിച്ചു. ആധുനികമായ ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോവുക. നോക്കിയേ, പത്രങ്ങള് അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത്. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രമാണ്. ഇനി ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷയില്. മാതൃഭൂമി, അൽ അമീൻ എന്നിവ മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ ഏറ്റവും പ്രശസ്തം എന്ന് പറയുന്നത് അമൃത് ബസാർ പത്രികയാണ്. ഇതിൽ ചില പത്രങ്ങളുടെ സ്ഥാപകരേഖ PSC ചോദിക്കാറുണ്ട്. അതുകൂടെ നമുക്ക് നോക്കി പോകാം. അമൃത് ബസാർ പത്രികയ്ക്ക് തുടക്കം കുറിച്ചത് ശിശിർ കുമാർ ഘോഷാണ്. ആരാണ്? ശിശിർ കുമാർ ഘോഷ്. ശിശിർ കുമാർ ഘോഷാണ് തുടക്കം കുറിക്കുക. ദ ഹിന്ദു പത്രം ആരംഭിച്ചത് M വീരരാഘവാചാരി. ആരാരംഭിക്കുക? M വീരരാഘവ ആചാരി. അതിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു G സുബ്രഹ്മണ്യ അയ്യർ. അപ്പൊ നമ്മൾ രണ്ടുപേരും പേര് ഇവിടെ പഠിക്കും. M വീരരാഘവാചാരിയും G സുബ്രഹ്മണ്യ അയ്യർ. G സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ അല്ലേ? ഇനി ടൈംസ് ഓഫ് ഇന്ത്യ, അതൊരു ട്രസ്റ്റ് രൂപീകരിച്ചതാണ്, സ്ഥാപകരായിട്ട് നമ്മൾ പറയുന്നില്ല.
മാതൃഭൂമി, അല്ലമീൻ എന്നിവ മലയാള ഭാഷയിലാണ്. അത് മാതൃഭൂമി പത്രം വർഷം സഹിതം PSC ചോദിക്കാറുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ മാതൃഭൂമി പത്രം ആരംഭിച്ചത് 1923 കോഴിക്കോട് നിന്ന്. ആരാരംഭിക്കുക? KP കേശവമേനോൻ. കേരളത്തിന്റെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി കേശവ മേനോൻ. അലമീൻ എന്ന പത്രം ആരംഭിക്കുന്നത് 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബ്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് എന്തെന്നറിയപ്പെടുക? കേരള ഭഗത് സിംഗ് എന്നും കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും അറിയപ്പെടുക. ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. കേരള ഭഗത് സിംഗ് എന്നും കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ മാതൃഭൂമി പത്രം ആരംഭിച്ചത് 1923 KP കേശവമേനോൻ. അല്ലമീൻ പത്രം ആരംഭിച്ചത് 1924 അബ്ദുറഹ്മാൻ സാഹിബ്. KP കേശവമേനോൻ അബ്ദുറഹ്മാൻ സാഹിബും 1930 കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് കേട്ടോ. പയ്യന്നൂർ കടപ്പുറത്ത് KK എളപ്പൻ, കോഴിക്കോട് കടപ്പുറത്ത് KP കേശവമേനോനും അബ്ദുറഹ്മാൻ സാഹിബാണ്. നമ്മൾ പിന്നീട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ അത് പഠിക്കുകയും ചെയ്യും. ഈ സ്ലൈഡ് ക്ലിയറിലെ അമൃത് ബസാർ പത്രിക ശിശൂർ കുമാർ ഘോഷ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചു. ദ ഹിന്ദു പത്രം ആരംഭിച്ചത് വീരരാഘവാചാരിയും G സുബ്രഹ്മണ്യ അയ്യർ ഇംഗ്ലീഷ് ഭാഷയിൽ. ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലാണ്. മാതൃഭൂമി പത്രം 1923 KP കേശവമേനോൻ മലയാളത്തിൽ. അല്ലമീൻ 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മലയാളത്തിൽ. ഗാന്ധിജിയുടെ 1919 ആരംഭിച്ച യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിലാണ് KP കേശവമേനോൻ മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ദേശീയ പത്രമായിട്ട് നമ്മൾ കണക്കാക്കുക. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെയും അവർക്കെതിരെയുള്ള പ്രചാരണമായി കണക്കാക്കുകയും അവയെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്നത് നാട്ടുഭാഷാ പത്ര നിയമമാണ്. ഈ നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കുന്നത് 1878 നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കുന്നത് എന്താണ്? 1878 കേട്ടോ. ഓക്കെ, ഇത് കൂടാതെ പ്രധാന പത്രങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാര് ബംഗാളില് പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ആദ്യ നിയമം 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ആണ്. സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട്. ഈ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ് കൊണ്ടുവന്നത്. ഇത് പിന്നീട് 1835 നിരോധിച്ചു. ഇത് റദ്ദ് ചെയ്തു. ഈ നിയമം റദ്ദ് ചെയ്തു. അപ്പൊ 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് കൊണ്ടുവന്നു. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത് 1835 ഇത് റദ്ദ് ചെയ്തു. ആരാണ് റദ്ദ് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ചാൾസ് മെറ്റ്കാഫ് റദ്ദ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചാൾസ് മെറ്റ്കാഫിനെ എന്തെന്ന് വിളിക്കും? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിക്കും. പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്നറിയപ്പെടും കേട്ടോ. അപ്പൊ പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ്. എന്തുകൊണ്ട്? 1835 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് റദ്ദ് ചെയ്തത് കൊണ്ട്. ഈ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കിയിരുന്ന 1799 റിച്ചാർഡ് വെല്ലസ്ലി. നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കിയത് 1878 ആരായിരുന്നു? ലിട്ടൺ പ്രഭു ആയിരുന്നു. ഇത് പിന്നീട് റദ്ദ് ചെയ്യപ്പെട്ടോ? തീർച്ചയായിട്ടും. എന്നാ റദ്ദ് ചെയ്യപ്പെട്ടെ? ഈ നാട്ടുഭാഷാ പത്ര നിയമം പിന്നീട് 1882 റദ്ദ് ചെയ്തു. ആരാണ് റദ്ദ് ചെയ്യുന്നത്? റിപ്പൺ പ്രഭു കേട്ടോ. അപ്പോ പ്രാദേശിക പത്രഭാഷ നിയമം അഥവാ നാട്ടുഭാഷാ നിയമം പാസ്സാക്കിയത് 1878 ലിട്ടൺ പ്രഭുവാണ്. അത് റദ്ദ് ചെയ്തത് 1882 റിപ്പൺ പ്രഭു. മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ SCRT പാഠപുസ്തകത്തിലെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് പഠിച്ചു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് PSCക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം SCRT പാഠപുസ്തകത്തിലെ വിവരങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും PSCയുടെ സിലബസിൽ ഉള്ളതാണ്. PSC ചോദിക്കാറുമുണ്ട്. സാധാരണഗതിയിൽ SCRT പാഠപുസ്തകങ്ങളിൽ നിന്നൊരു 40 മുതൽ 60% ചോദ്യങ്ങൾ വരെ വരാറുണ്ട് GK പോർഷൻ. ബാക്കി കണക്റ്റഡ് ഫാക്ട്സുമാണ്. അതുകൊണ്ട് നമ്മൾ SCRT ഫാക്റ്റും അതോടൊപ്പം
ചേർന്ന് വരുന്ന കാര്യങ്ങളും പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സെൻസർഷിപ്പ് പ്രസ് ആക്ട് പറയുക. പ്രാധാന്യത്തോടെ പഠിക്കുന്ന PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലിബറേറ്റർ ഓഫ് ദി പ്രസ്, പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. അത് ദയവായി ഓർമ്മിക്കുക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചതെന്ന് ചോദിച്ചാൽ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. സെൻസർഷിപ്പ് പ്രസ് ആക്ട് പാസ്സാക്കിയതാരാ? റിച്ചാർഡ് വെല്ലസ്ലി 1792. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.